ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. പടച്ചോൻ നമ്മളോട് പറയാണ്, നിങ്ങൾ അമാനത്തായി ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ചത്, നിങ്ങൾ അമാനത്തായി എന്ത് സ്വീകരിച്ചാലും അതിന്റെ അവകാശികളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് റബ്ബുൽ ആലമീൻ. ഈ ആയത്തിന് വിശാലാർത്ഥത്തിലുള്ള തഫ്സീറുണ്ട്. എന്തിനേറെ ഇസ്ലാമിക രാജ്യത്തിന്റെ രാഷ്ട്രീയം പോലും പറയുന്ന ഒരായത്താണ് ഇത് എന്ന് നമുക്ക് ജീവിതത്തിലൂടെ പഠിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ ആയത്തിന്റെ ഒരു ചെറിയ തഫ്സീറിലേക്ക് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ മനുഷ്യന്റെ ശരീരം പോലും അള്ളാഹു നൽകിയ ഒരു അമാനത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, കുല്ലുക്കും റാഇൻ, നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളെ ഭരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആ വസ്തുവിനെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ ശരീരം ഇതെങ്ങനെ നീ ചെലവഴിച്ചു, നിന്റെ സമ്പത്ത്, നിന്റെ കുടുംബം, നിന്റെ സമൂഹം, എല്ലാം 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 അള്ളാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. രക്ഷപ്പെടാൻ പറ്റില്ല. ഇൻക്ലൂഡിങ് ഒരു രൂപയാണെങ്കിൽ പോലും എങ്ങനെ അത് ചെലവാക്കി. അതിലെല്ലാം അപ്പുറം നമ്മുടെ ശരീരം, നിന്റെ കണ്ണുകൾ, നിന്റെ ചെവികൾ, നിന്റെ നാവ്, നിന്റെ മുഖം, നിന്റെ കൈ, നിന്റെ കാൽ, എല്ലാം എല്ലാം നിന്റെ എല്ലാം ഭരണാധികാരിയാണ് നമ്മുടെ മനസ്സ്. എങ്ങനെ കൺട്രോൾ ചെയ്തു എന്ന് അള്ളാഹു ചോദിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതെല്ലാ മേഖലയിലുണ്ട്. അതുകൊണ്ടല്ലേ വുദു ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ഒഴുകുന്ന പുഴയിൽ നിന്നാണ് വുദു ചെയ്യുന്നതെങ്കിൽ പോലും 3 തവണയിലേറെ കഴുകരുതേ സയ്യിദുനാ റസൂലുള്ളാഹ്. കാരണം എന്താ? ഒരു കാത്തുവെപ്പാണ്. മറ്റുള്ളൊരു സമൂഹത്തിന് വേണ്ടി, വരാനിരിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള കാത്തുവെപ്പാണതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വന്തത്തോടുള്ള അമാനത്തുണ്ട്, മറ്റു സുഹൃത്തുക്കളോടുള്ള അമാനത്തുണ്ട്. ഒരു പണ്ഡിതനൊരു അമാനത്തുണ്ട്. പണ്ഡിതന്റെ ബാധ്യത എന്താ? ജനങ്ങൾക്കിടയിൽ അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കരുത്. ജനങ്ങളുടെ കൽബിലേക്ക് ഈമാൻ സന്നിവേശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യലാണ് ഒരു പണ്ഡിതന്റെ ധർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭരണാധികാരിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ തുല്യ നീതി നടപ്പാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ആയത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രീയവുമായി ഈ ആയത്തിന് വലിയ ബന്ധമുണ്ട്. ഇസ്ലാമിക രാഷ്ട്രീയം എപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നതെന്നറിയോ? മക്ക വിജയവേളയിലാണ്. മക്ക വിജയം എല്ലാവരും പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ട് ദിഗ്വിജയിയായി കടന്നു വരുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ചരിത്രകാരന്മാർ വി കെ ഹിറ്റിയെ പോലുള്ളവർ പറയുന്നുണ്ട്, no house was robbed, no woman was raped, and however they were treated with special magnanimity. ഒരു വീടും കൊള്ളയടിക്കപ്പെട്ടില്ല, ഒരു പെണ്ണിനും മാനഹാനി ഭയന്ന് ഓടേണ്ടി വന്നിട്ടില്ല. എല്ലാവരോടും കാരുണ്യം. ആരോട്? സ്വന്തം ശരീരത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട മനുഷ്യനോട് പോലും കാരുണ്യം. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതായിരുന്നു ഇസ്ലാമിക രാഷ്ട്രീയം. കഅബാലയത്തിലേക്ക് കടന്നു വരുമ്പോ ഉണ്ണിനബി ചോദിക്കുന്നുണ്ട്, എവിടെ കഅബയുടെ താക്കോൽ എവിടെ? നബി അത് ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കയ്യിലാണ്. ഉസ്മാൻ ഇബ്നു തുൽഹ അവിടെ എങ്ങുമില്ല, ഓടി താക്കോലും കൊണ്ട് ഓടുക. വീടിന്റെ മച്ചിന് മുകളിൽ കയറി ഒളിച്ചു. താക്കോല് ഞാൻ കൊടുക്കില്ല, തരില്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട് സൂക്ഷിച്ചു പോരണതാണ്. താക്കോല് മേടിക്കാൻ വിട്ടത് അലി ഇബ്നു അബീ ത്വാലിബിനെയാണ് റളിയല്ലാഹു അൻഹു. ദേഷ്യത്തോടെ വാശി പിടിച്ചെന്നെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് സയ്യിദുനാ അലി റളിയല്ലാഹു. കാരണം ഉത്തരവിട്ടത് റസൂലുള്ളാഹിയാണ്, അനുസരിക്കാതെ പറ്റില്ലല്ലോ. വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു. കഅബാലയം തുറന്നു. പുണ്യനബി കഅബാലയത്തിന്റെ അകത്ത് കയറി നിസ്കരിച്ചു. തിരിച്ചിറങ്ങുമ്പോഴേക്ക് അല്ലാഹുവിങ്കൽ നിന്ന് ആയത്തിറങ്ങുകയാണ്, ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നബിയേ, അമാനത്ത് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയോ അവരെ തന്നെ തിരിച്ചേൽപ്പിക്കണേ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങുകയാ. അന്ന് ഈ ഉസ്മാൻ ഇബ്നു തുൽഹ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയിൽപ്പെട്ട ആളാണ്. വെറും ന്യൂനപക്ഷമല്ല, ന്യൂനപക്ഷം. ബാക്കിയുള്ളവർക്ക് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ ഇസ്ലാമിലേക്ക് വരാത്ത ആളുള്ളൂ. അതിൽപ്പെട്ട ആളാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു തുൽഹ. ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല.
അപ്പൊ ഉസ്മാൻ ഇബ്നു തുൽഹ ഇവിടെ പേടിച്ചോടിപ്പോയി നബിയെ വിളിക്ക്. അപ്പോ മുമ്പിൽ ഇങ്ങനെ നിൽപ്പുണ്ട് അബ്ബാസും അലിയും റളിയല്ലാഹു അൻഹുമാ. ഞങ്ങൾക്ക് തരുവോ നബിയെ? ഇല്ല, ഇത് ഉസ്മാൻ ഇബ്നു തുൽഹക്ക് തന്നെയുള്ളതാണ്. അതായത് മുസ്ലിം അല്ലാത്ത തനിക്ക് താക്കോൽ തരില്ല എന്ന് നിഷേധിച്ചൊരു മനുഷ്യനെ വിളിച്ചിട്ട് കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാൻ, ഇതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നാഥനായ റബ്ബും അതിലൂടെ ശഫീഉനാ റസൂലുള്ളാഹ്. ഉസ്മാൻ ഇബ്നു തുൽഹയുടെ അടുക്കലേക്ക് ഓടി ചെല്ലുന്നുണ്ട്, പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നെ ഉപദ്രവിക്കാനാണോ? അല്ലല്ല, നിങ്ങളുടെ കൈ നീട്ടു, ഈ താക്കോല് തരാൻ വേണ്ടിയിട്ടാണ്. എന്തൊരു മതമാണ്! അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ സെക്കൻഡിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സയ്യിദുന, അതായത് വെറും ഉസ്മാൻ ഇബ്നു തുൽഹയെ സയ്യിദുന ഉസ്മാൻ ഇബ്നു തുൽഹയാക്കി മാറ്റിയ വിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, തുല്യ നീതി. അതുകൊണ്ടല്ലേ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ട്, നമുക്കൊക്കെ കേട്ട് പരിചിതമായിരിക്കും. ഈ രാജ്യത്ത് ഒരു ഭരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉമറിന്റെ ഭരണമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞല്ലേ. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഉമറിന്റെ ഒരു യാത്ര എന്റെ കൺമുന്നിലുള്ളതുപോലെ ഞാനിങ്ങനെ നോക്കി കാണാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഫലസ്തീനിലേക്ക് പോകുന്നത്, ഫലസ്തീനിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെ ബിഷപ്പുമാരും മറ്റ് അച്ഛന്മാരും എല്ലാവരും ഇങ്ങനെ നിൽക്കാൻ ഉമറിനെയും കാത്ത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഉമർ യാ അമീറൽ മുഅ്മിനീൻ, ഈ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് ഇപ്പോ നിസ്കാരത്തിന്റെ സമയമായല്ലോ, ഞങ്ങളുടെ പള്ളിയിൽ കയറി നിസ്കരിച്ചോ. യേശു ജനിച്ചു എന്ന് അവകാശപ്പെടുന്ന സ്ഥലമാണ് ചർച്ച് ഓഫ് നേറ്റിവിറ്റി. അവിടെ കയറി നിസ്കരിക്കാൻ പറയാണ് ഇസ്ലാമിന്റെ ഖലീഫയോട്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാനില്ല, വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോ നിസ്കരിച്ചാൽ പിൽക്കാലത്ത് എന്റെ സമുദായം ഉമർ നിസ്കരിച്ച പള്ളിയാണ് എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എന്ത് മറുപടി പറയും? എനിക്ക് പേടിയുണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ആ നീതിബോധത്തിന്റെ മുമ്പിൽ ഞാൻ സല്യൂട്ട് ചെയ്യാമെന്ന് മഹാത്മാഗാന്ധി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ നീതി, ഇസ്ലാമിന്റെ നീതി, അത് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. ഏതാണ്ട് 78 വർഷങ്ങളായി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. 78ാമത് സ്വാതന്ത്ര്യം നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോ ഗാന്ധിയുടെ ശിഷ്യന്മാരും കാണിച്ചു തന്ന ഒരു പാതയത്തിലാണോ ഇന്നത്തെ ഭരണാധികാരികൾ മുൻപോട്ട് പോകുന്നത്? പക്ഷെ ഈ നാട് മുന്നേറണം. നമ്മുടെ പൂർവ്വസൂരികളായ നമ്മുടെ നേതൃത്വം കാണിച്ചു തന്ന ഒരു പാത എന്താണോ ആ പാതയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, പ്രയത്നിക്കണം. അത് അള്ളാഹുവിനും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. സ്വന്തം രാജ്യത്തെ സ്നേഹിക്കൽ അത് ദീനിന്റെ ഏറ്റവും ഹൃദ്യമായ വിഷയം തന്നെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തിനേറെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരവേളയിൽ പോലും അതിന് നേതൃത്വം നൽകേണ്ടത് മുസ്ലിംകളായിരിക്കണമെന്ന് ഹൈന്ദവ സഹോദരങ്ങൾ പോലും പറഞ്ഞത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 സമരമുണ്ടല്ലോ, ശിപ്പായി ലഹള മുതൽ ഇങ്ങോട്ട് വരും. നേതൃത്വം കൊടുത്തത് ആരാണ്? ബഹദൂർ ഷാ സഫറാൻ. ബഹദൂർ ഷാ കേവലം ഒരു രാജാവായിരുന്നില്ല, അദ്ദേഹം ജനങ്ങളോടൊപ്പം രാജ്യത്തിന് വേണ്ടി മുമ്പിൽ നിന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ റങ്കൂണിലെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ മക്കളുടെ തലയെറുത്ത് മുമ്പിൽ വെക്കുമ്പോഴും രാജ്യത്തിനോടൊപ്പം നിന്നൊരു മഹാമനീഷിയായിരുന്നു ബഹദൂർ ഷാ. അവസാനം അദ്ദേഹത്തെ കൊലക്കയറിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കയ്യിൽ ഒരു സഞ്ചി പോലെ ഒന്നിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്നറിയാൻ ബ്രിട്ടീഷുകാർക്ക് പോലും വലിയ കൊതിയായിരുന്നു എന്ന് ഒരു ആകാംക്ഷ, ഉദ്വേഗജനകമായ ഒരു അവസ്ഥ. അവസാനം അദ്ദേഹം മരണപ്പെട്ട് കഴിയുമ്പോ ആ സഞ്ചി എടുത്ത് നോക്കുമ്പോഴാണ് ഒരു പിടി മണ്ണാണ് അതിനകത്തുള്ളത്, ഒരു എഴുത്തും കൂടെ. ഞാൻ എവിടെ മരിച്ചാലും എന്റെ കബറിലേക്ക് ആദ്യത്തെ പിടിയായി ഇടേണ്ടത് ഈ മണ്ണാണ്, ഇതെന്റെ രാജ്യത്തിന്റെ മണ്ണാണ്, ഞാൻ സ്നേഹിക്കുന്ന എന്റെ രാജ്യത്തെ മണ്ണാണ്, ഇതിട്ടിട്ടല്ലാതെ എന്നെ കബറടക്കം ചെയ്യരുത് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തിമാരിലെ അവസാന കണ്ണി ബഹദൂർ ഷാ സഫർ. ചിന്തിച്ചു നോക്ക്, ഇത്രത്തോളം മുസ്ലിം സമുദായം, മുസ്ലിം നേതൃത്വം രാജ്യത്തെ നെഞ്ചിലേറ്റിയവരാണ്. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതമാണല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില സംഘപരിവാർ അനുകൂലികൾ വന്ന് ചിരിക്കുകയാണ്. അതായത് അന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആ സമരത്തിന്റെ ഒരു പടി മുമ്പോട്ട് പോലും വരാത്ത മനുഷ്യന്മാർ ഇന്ന് കപട രാജ്യസ്നേഹികളായി മുൻപിൽ നിൽക്കാൻ. അന്ന് ബ്രിട്ടീഷുകാരന്റെ ഷൂ നാവുകൊണ്ട് തുടച്ചു കൊടുക്കാൻ പോയവന്റെ പിൻഗാമികൾ ഇന്ന് രാജ്യസ്നേഹികളെ കാണുമ്പോൾ കുരയ്ക്കുകയാണ്, കളിയാക്കുകയാണ്. പക്ഷെ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ വീരപുരുഷന്മാര് തന്നെയാണ്. ഏത് രാജ്യത്തിന്റേതും അങ്ങനെ തന്നെ. ഇന്ത്യയോടൊപ്പം സ്വതന്ത്രമായി കാണണമെന്ന് ഗാന്ധി വല്ലാതെ ആഗ്രഹിച്ചൊരു രാജ്യമായിരുന്നു ഫലസ്തീൻ എന്ന് പറയുന്നത്.
ഫലസ്തീനിന്റെ പോരാളി ഇസ്മായിൽ ഹനിയ, അദ്ദേഹം ഈയടുത്ത് ഷഹീദായല്ലോ. എന്തോരം ട്രോളുകളാണ് സഹോദരങ്ങൾ. ഏതൊരു രാജ്യത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മനുഷ്യൻ ആ നാടിന്റെ വീരപുരുഷൻ തന്നെയാണ്. മറ്റൊരു നാട്ടിൽ നിന്ന് അതിനെ കളിയാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നാം എന്ത് വില കൊടുക്കുന്നു നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവൂലേ? ഗാന്ധിജിയെ ആദരിക്കുന്ന ഒരു മനുഷ്യൻ ഇസ്മായിൽ ഹനിയയെ ബഹുമാനിക്കും. കാരണം ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി പോരാടിയ മനുഷ്യനാണ്. ഇസ്മായിൽ ഹനിയ ഫലസ്തീന് വേണ്ടി പോരാടിയ മനുഷ്യനാണ്. ആ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഷഹീദായ ഒരു മനുഷ്യനെ ആ രാജ്യം പിന്നെ പുകഴ്ത്തിയല്ലാതെ ഇകഴ്ത്തി പറയണം? ആ രാജ്യത്തേക്ക് കടന്നു വന്ന സവർണ മേധാവികളെ അടിച്ചോടിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ ആ രാജ്യം വിശുദ്ധനാക്കുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ചിരിച്ച് കൊഞ്ഞനം കാണിച്ചിട്ട് എന്താണ് കാര്യം? അദ്ദേഹം അത്രമേൽ സൂക്ഷ്മശാലിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഖുർആനിക വചനം അദ്ദേഹം ഇമാമത്ത് നിൽക്കുമ്പോൾ ഓതുന്ന ഒരു ആയത്ത് നിങ്ങൾ കേട്ടില്ലേ? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ശുഹദാക്കളെ കുറിച്ച് നിങ്ങൾ മരിച്ചവരെന്ന് പറയല്ലേ? അവരല്ലാഹുവിങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവരല്ലാഹുവിങ്കിൽ ഭക്ഷണം നൽകപ്പെടുന്നവരാണ്. അല്ലാഹുവിങ്കിൽ ഭക്ഷണം നൽകപ്പെടുന്നവരാണ്. അദ്ദേഹം അത്രത്തോളം ഒരു ആത്മീയ ലൈനിൽ വളർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ചില വീഡിയോ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദുകൾ ചൊല്ലുന്ന വീഡിയോ. അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ ബാപ്പ ഒരു ത്വരീഖത്തിന്റെ ശൈഖായിരുന്നു. എന്റെ ബാപ്പ ഞങ്ങളുടെ വീടിന്റെ ഒരു ഭാഗത്ത് ഒരു മുറി ഉണ്ടായിരുന്നു. ഒരു ഏരിയ തന്നെ തിരിച്ചിട്ടുണ്ട് ദിക്ർ ഹൽക്കകൾക്ക് വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ചൊല്ലാൻ ഇസ്മായിൽ ഹനിയ നിങ്ങൾക്ക് യൂട്യൂബ് ചെയ്താൽ കിട്ടുമല്ലോ. ആത്മീയതയിൽ നമ്മുടെ മക്കളെയും അങ്ങനെ വളർത്തിയെടുക്കണം. രാജ്യസ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് ചെറുപ്പത്തിലെ പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു മകനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇന്ത്യ രാജ്യത്തും എത്രയെത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾ, മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതർ രാജ്യസ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഇറങ്ങിത്തിരിച്ച് പോരാടിയ ഒരുപാട് മനുഷ്യർ. അതിനിടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. പലപ്പോഴും ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ എന്ന് പറഞ്ഞൊരു ഹദീസ് കാണാം. അങ്ങനെ ഒരു ഹദീസ് ഇല്ല കേട്ടോ. അത് ഹദീസല്ല, ഇതൊരു ആപ്തവാക്യം എന്നോണം മനസ്സിലാക്കിയാൽ മതി. അതായത് രാജ്യസ്നേഹം ഈമാനിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളൊരു ഹദീസ് കാണാം. അങ്ങനെ ഒരു ഹദീസ് ഇല്ല. അത് ഹദീസല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ. കാരണം മക്കയിൽ നിന്ന് വിട പറയുമ്പോൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. സ്വന്തം പിറന്ന നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോൾ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുമ്പോൾ രാഷ്ട്ര നേതാക്കളെല്ലാം ഒന്നിച്ചു ചേർന്നെടുത്തൊരു തീരുമാനം, ഈ ഇന്ത്യ എങ്ങനെയാകണം? We the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. ഇതൊരു സെക്യുലർ രാജ്യമായിരിക്കണം. ഏതെങ്കിലും ഒരു മതത്തിന്റെ അവകാശികൾക്ക് കൊടുക്കാനുള്ളതല്ല. ഇത് മതേതരത്വം നിറഞ്ഞു നിൽക്കുന്ന രാജ്യമാണ്. എല്ലാവർക്കും തുല്യ അവകാശമുള്ള രാജ്യമാണെന്ന് ഇന്ത്യയെ സൃഷ്ടിച്ചവർ അന്ന് ഒരുമിച്ച് ഏകോപിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുൻപിൽ എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതൊരു ആരാധനയായി മനസ്സിലാക്കി മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം സ്വാതന്ത്ര്യ സമര മേഖലകളിൽ മുൻപിലുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം തന്നെയാണ്. ഇതൊരു സെക്യുലർ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മുൻപിൽ നിന്ന് നയിച്ചൊരു മനുഷ്യനാണ് ഡോക്ടർ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. അദ്ദേഹം ഒരിക്കൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു ക്ഷേത്രത്തിന്റെ തറക്കല്ലിടാൻ വേണ്ടി പുനരുദ്ധാരണ പ്രവർത്തനത്തിലേക്ക് പോയപ്പോ ഡോക്ടർ ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്, അങ്ങതിന് പോകരുതായിരുന്നു. ഇതൊരു മതേതര രാജ്യമായിരിക്കെ ഇതിന്റെ ജനാധിപതി, ഇതിന്റെ പ്രസിഡന്റ് ഒരിക്കലും അത്തരം പരിപാടികളിൽ സംബന്ധിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞത് ഡോക്ടർ ജവഹർലാൽ നെഹ്റുവാണ്. നിന്റെ കാലത്ത് നമ്മളതൊക്കെ ചേർത്ത് വായിക്കണം. ഇന്ന് ക്ഷേത്രത്തിന് കല്ലിടാൻ പോകുന്നത് പ്രധാനമന്ത്രിയാണ് അല്ലേ? ക്ഷേത്രത്തിന് കല്ലിടാൻ പോകുന്നത് പ്രധാനമന്ത്രിയും പാർലമെന്റിന് കല്ലിടാൻ വരുന്നത് പൂജാരിയുമാണ്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? പക്ഷേ ഈ രാജ്യം നേടിത്തന്നതിൽ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ ലവലേശം പങ്കുവഹിക്കാത്ത ആളുകൾ ഇന്ന് രാജ്യസ്നേഹികളായി ചിരിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടം തന്നെയാണ്. അള്ളാഹു നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിർത്തുമാറാകട്ടെ. 1947 നെഹ്റുവിന്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, The service of India means the service of millions who suffer. പ്രയാസപ്പെടുന്ന ആളുകളെ സർവീസ് ചെയ്യലാണ് ഇന്ത്യയെ സർവീസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ദാരിദ്ര്യത്തെ ഉച്ചാടനം ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ത്യയെ സ്നേഹിക്കുക,
ഇന്ത്യയെ സേവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദാരിദ്ര്യത്തെ ഉച്ചാടനം ചെയ്യുക, ജനങ്ങൾക്കിടയിലുള്ള വിവേചനം ഇല്ലാതാക്കുക, അവസരങ്ങൾ തൊഴിലുകളിലാകട്ടെ മറ്റു മേഖലകളിലാകട്ടെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഈ മനുഷ്യന്മാരൊക്കെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ചവരാണ്. നമ്മള് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചരിത്രപരമായ ചില നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുമ്പോൾ വലിയ ഉദ്വേഗജനകമാണ് നമ്മളതിങ്ങനെ വായിക്കുന്ന സമയത്ത്. മൊയ്ക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഒരു വരി ഇങ്ങനെ കാണാം. ചില വരികൾ അദ്ദേഹം കുറിച്ചു വെക്കുന്നുണ്ട്. സ്വരാജ് ഗ്രൗണ്ടില് മാപ്പിള കലാപവേളയിൽ ഖിലാഫത്തിന്റെ പട്ടാളം ഇങ്ങനെ ഒരു മാർച്ച് നടത്തുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. 1400 പേരുണ്ട്. ലങ്ക പിടിച്ചടക്കാൻ വരുന്ന വാനരപ്പട പോലെ എന്തൊരു ഗാംഭീര്യമാണ് അവർക്ക്. മൊയ്ക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. എന്തൊരു ഗാംഭീര്യമാണ് അവർക്ക്. എന്തേ ഖിലാഫത്ത് പട്ടാളത്തെ വിളിച്ചു വരുത്തിയത്? ആരാ വിളിച്ചു വരുത്തിയത്? മുസ്ലിങ്ങളല്ല, ഹൈന്ദവരാ. ബ്രിട്ടീഷ് അനുകൂലികളായ കുറെ മനുഷ്യന്മാര് ക്ഷേത്രങ്ങളും ഹൈന്ദവരുടെ വീടും ചുട്ടുചാമ്പലാക്കി ബ്രിട്ടീഷ് അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുമ്പോ ഖിലാഫത്ത് നേതാവ് മുഹമ്മദിന് കത്തയക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം, നിങ്ങൾ ഇവരെ ഒന്ന് വിറപ്പിക്കണം. ഖിലാഫത്തിന്റെ പട്ടാളം വന്നൊരു മാർച്ച് പാസങ്ങ് സ്വരാജ് ഗ്രൗണ്ടിലേക്ക് നടത്തിയപ്പോൾ വിറച്ചു പോയിട്ടുണ്ട് ബ്രിട്ടീഷ് അനുകൂലികൾ. അത്രമേൽ വലിയ ഈമാനികമായ ഊർജം പകർന്നു കിട്ടിയ മുസ്ലിം ഉമ്മത്തിന്റെ നായകന്മാർ നേടിത്തന്നത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒറ്റപ്പാലം ഖിലാഫത്ത് സമ്മേളനം നടക്കുന്നുണ്ട്. അപ്പൊ ആ സമ്മേളനത്തിലേക്ക് നടന്നു വന്നൊരു മനുഷ്യനാണ് രാവുണ്ണി മേനോൻ. അദ്ദേഹം ട്രെയിൻ ഇറങ്ങിയിട്ട് ഖിലാഫത്ത് സമ്മേളനത്തിലേക്ക് വരുമ്പോ ബ്രിട്ടീഷ് പോലീസുകാർ വന്ന് അദ്ദേഹത്തെ ബൂട്ടിട്ട് ചവിട്ടുന്നുണ്ട്, ചവിട്ടി അങ്ങ് മെതിക്കുന്നുണ്ട്. അദ്ദേഹം എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോ ആ മനുഷ്യനെ താങ്ങിയെടുത്തു കൊണ്ടുപോയത് ഖിലാഫത്തിലെ ഹൃദ്യമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന മുസ്ലിംകളായ 2 ചുണക്കുട്ടികളാണ്. കണ്ടോ, ഈ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സ്നേഹം, ഈ സാഹോദര്യം ഇവിടെ നിലനിന്നിരുന്നു. മുസ്ലിംകൾ എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മുൻപിലുണ്ടായിരുന്നു. രാജ്യത്തിന്റെ ഉദ്ധാരണ കാലങ്ങളിൽ എല്ലാ മേഖലകളിലും മുസ്ലിംകൾ മുൻപിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ ഇല്ല എന്ന് വരുത്തി തീർത്ത് ഇവിടെ ഭിന്നതയുണ്ടാക്കാൻ, ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നമുക്കത് അനുവദിച്ചുകൂടാ എന്ന് മാത്രം പറയട്ടെ. അപ്പൊ അത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അധിനിവേശ കാലഘട്ടങ്ങളിലൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ ഇതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് അധിനിവേശം എന്ന് പറയുന്നത് പോർച്ചുഗീസിന്റെ അധിനിവേശം. പോർച്ചുഗീസുകാർ ഇങ്ങോട്ട് വരുമ്പോ ആദ്യം ഉയർന്നു കേട്ടൊരു മുദ്രാവാക്യമുണ്ട്. എന്തായിരുന്നു ആ മുദ്രാവാക്യം? കാപ്പാട് കടപ്പുറത്തവരെ കാലി ചവിട്ടാൻ അനുവദിക്കരുത്, ഈ നാട് മുടിയാനത് കാരണമാകും. ആരാ പറഞ്ഞത്? മഹാനായ ഖാലി മുഹമ്മദ് റഹിമഹുല്ലാഹ്. ഇവിടെ മുഹിയുദ്ദീൻ മാലിയുടെ രചയിതാവ് ഖാലി മുഹമ്മദ് റഹിമഹുല്ലാഹ് 500 കൊല്ലം മുമ്പ് പറഞ്ഞു അവരെ കാലി ചവിട്ടാൻ അനുവദിക്കരുത്. അദ്ദേഹം രചിച്ച ഒരു ഗ്രന്ഥം കൂടെയുണ്ട്, ഫത്ഹുൽ മുബീൻ, ദി ട്രയംഫ് ഓഫ് വിക്ടറി. ഒരു വിജയത്തിന്റെ വീരേതിഹാസം പറയുന്ന, ജനങ്ങളെ ഊർജ്ജസ്വലതയോടുകൂടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മുൻപിൽ നിൽക്കാൻ പ്രേരിപ്പിച്ച ഒരു ഗ്രന്ഥമാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങോട്ട് വരുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം 1-ാമൻ, പിന്നീട് സൈനുദ്ദീൻ മഖ്ദൂം 2-ാമൻ, പിന്നെ ബ്രിട്ടീഷുകാര കാലത്ത് മമ്പുറം തങ്ങൾ, വെളിയങ്കോട് ഉമർ ഖാളി, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ, നവ്വറല്ലാഹു മറാഖിദഹും, ഈ മഹാന്മാരൊക്കെ മുൻപിൽ നിന്ന് നേടിത്തന്നത് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഈ ഒരു ഘോഷയാത്ര എന്നോണം 1947 വന്നത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഘോഷയാത്രക്ക് ഭൂരിഭാഗ സമയങ്ങളിലും നേതൃത്വം കൊടുത്തത് മുസ്ലിം പണ്ഡിതരും അല്ലാത്ത ആളുകളൊക്കെ തന്നെയാണ്. ഞാൻ ഇന്നലെ ഉണർത്തിയതുപോലെ പലപ്പോഴും ചരിത്ര താളുകളിൽ നിന്ന് ഇവരുടെ പേരുകൾ മായ്ക്കപ്പെട്ടു, ചരിത്രങ്ങളിൽ നിന്നും മായ്ക്കപ്പെട്ടു. അതായത് രാജ്യവിരുദ്ധരെ രാജ്യത്ത് നിന്ന് വിരട്ടി ഓടിക്കുന്ന സമരങ്ങളിൽ ഒന്നും പങ്കെടുക്കാത്ത, കേവലം പേരുകൊണ്ട് മാത്രം അറിയപ്പെടുന്ന ആളുകളെ രാജ്യസ്നേഹികളും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ വലിയ നേതാക്കളുമായി ഉയർത്തി കാണിക്കുന്ന നിലയിലേക്ക് നമ്മുടെ പാഠപുസ്തകങ്ങൾ മാറ്റി എഴുതപ്പെട്ടു. കൃത്യമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കണം. ഷാ വലിയുല്ലാഹി ദഹ്ലവി, എവിടെ കേട്ടിട്ടുണ്ട് ഈ പേര്? ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി സ്വാതന്ത്ര്യ സമരകാലത്ത് ഇറങ്ങിത്തിരിച്ച മഹാമനീഷിയ. കേട്ടിട്ടുണ്ടോ ഈ പേര്? എവിടെ കേൾക്കാൻ? ചരിത്രങ്ങളൊക്കെ കേവലം അബുൽ കലാം ആസാദിൽ മാത്രം ഒതുങ്ങിപ്പോയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യ സമരകാലത്തെ യഥാർത്ഥ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ മദ്രസ സിലബസിൽ നോക്കുമ്പോൾ ചില സിലബസുകളിലൊക്കെ കൃത്യമായി സ്വാതന്ത്ര്യ സമരകാലത്തെ ചരിത്രങ്ങൾ പറയുന്നില്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ കുട്ടികൾക്ക് അത് കൃത്യമായി, അതെന്താ രസം എന്ന് വെച്ചാൽ ഏത് ക്ലാസ്സിലും ഉസ്താദ് പഠിപ്പിക്കണം? 7, 8, 7, 6, 5 നമ്മൾ മദ്രസ നിർത്തി പോവില്ലേ, പിന്നെ എങ്ങനെയാ അല്ലേ? 5ാം ക്ലാസ്സിൽ മദ്രസ നിർത്തി പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് ഇതൊക്കെ പഠിക്കാൻ കഴിയുക?
അതായത് ദീനി അവബോധം, നമ്മുടെ ചരിത്രം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. കേവലം സ്കൂൾ വിദ്യാഭ്യാസം മാത്രമായി കഴിഞ്ഞാൽ ഹിസ്റ്ററി ക്രിയേറ്റഡ്. ഇപ്പൊ പലതും കൈകടത്തി ഉണ്ടാക്കിയ പുതിയ ചരിത്രമാണുള്ളത്. കൃത്യമായ ചരിത്രം പഠിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കലല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ മുമ്പിൽ. മദ്രസ വിദ്യാഭ്യാസം കൃത്യമാക്കണം. അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1799 അന്ന് ഒരു മനുഷ്യൻ മരിച്ചു കിടക്കാൻ, ആ മനുഷ്യന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് ബ്രിട്ടീഷുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫ്രം ചൂരെ ഇന്ത്യ ഈസ് അവേഴ്സ്. എന്താ പറഞ്ഞത്? ഈ മനുഷ്യൻ മരിച്ചു വീഴണമായിരുന്നു അവർക്ക് അങ്ങനെ പറയണമെങ്കിൽ. ഈ മനുഷ്യൻ മരിച്ചു വീഴണമായിരുന്നു അങ്ങനെ പറയണമെങ്കിൽ. ഇന്നു മുതൽ ഇന്ത്യ നമ്മുടേതാണ്. ഇതിനർത്ഥം നമ്മുടേതാകണം ഇന്ത്യയെങ്കിൽ ഈ മനുഷ്യൻ മരിക്കണമായിരുന്നു. ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ രാജ്യത്തിന് വേണ്ടി പോരാടിയ മഹാമനീഷികളെ രാജ്യവിരുദ്ധരായി പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ വലിയ നീണ്ട നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിംകളാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു വർഗീയ ചേരി തിരിച്ചു പറയുന്നതല്ല. മുസ്ലിംകൾക്ക് ഇതൊരു ആരാധനയായിരുന്നു. സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധനയായിരുന്നു, അല്ലേ? അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സർവസ്വവും വെടിഞ്ഞ് രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത എത്ര ശുഹദാക്കളുടെ കഥ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും കൂടെ മുൻപിൽ നിന്നിട്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നിടത്താണ് നമ്മുടെ പരാജയമുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ചരിത്രം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിരന്തരം ഇറങ്ങിത്തിരിക്കേണ്ടവർ തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വേട്ട; മറ്റൊന്ന്, മുസ്ലിം എന്ന നിലക്ക് നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതൊരിക്കലും അവസാനിക്കില്ല. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോഴേക്ക് രാജ്യം എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കണ്ട. ഇതിലും വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഈ രാജ്യത്തെ കരകയറ്റിയിട്ടുണ്ട് നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ. ഇപ്പോ മുൻപോട്ട് വന്ന പല വിവാദങ്ങളുണ്ടല്ലോ, വഖഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. ഇതെന്താ ഇങ്ങനെ? നമ്മൾ ചിന്തിക്കണ്ട. ഇതിലും വലിയ വിവാദങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, പോരാടിയിട്ടുണ്ട്, വിജയം വരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംകളാണ്. അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. ക്ഷമിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്നവർക്കാണ് നബിയെ സന്തോഷ വർത്തമാനം അറിയിച്ചു കൊടുക്കണേ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. വഖഫ് സ്വത്ത് വലിയ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ നാട്ടില് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ഒരുപക്ഷെ വഖഫിനായിരിക്കും. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വഖഫിനുണ്ട്. ഇന്ന് ചില ആളുകളൊക്കെ അത് കൈകടത്തൽ നടത്തി സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. ചില ബഫർ സോൺ ഏരിയകൾ പോലും ഹൈന്ദവരായ ആളുകൾക്ക് പോലും പ്രവേശനമില്ലാത്ത പല മേഖലകളും തട്ടിയെടുത്ത് അദാനിക്കും മറ്റും എഴുതിക്കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ കുൽസിത ശ്രമങ്ങൾ ഇവിടെയും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തൊക്കെയോ നിഗൂഢ ലക്ഷ്യങ്ങളാണോ ഈ വഖഫ് ഭൂമി തട്ടിയെടുക്കുന്നതിന് ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് സംശയിപ്പിക്കുന്ന തരം കാര്യങ്ങൾ ഈ 1-2 വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിക്കോ ദീനി കാര്യങ്ങൾക്കോ മദ്രസക്കോ യത്തീംഖാനക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയ്യത്താക്കി നൽകുന്ന സ്ഥലമാണ് ഈ വഖഫ് ഭൂമി എന്ന് പറയുന്നത്. ഒരിക്കലും സാധാരണ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നത് പോലെ വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായ ഒരു ഏകീകരണത്തിന് വേണ്ടിയാണ് വഖഫ് ബോർഡുകൾ ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പോ എരമം പള്ളിയെ കുറിച്ച് ഒരാൾ പരാതി കൊടുക്കണം. ഈ എരമം പള്ളി നിൽക്കുന്ന സ്ഥലം എന്റേതാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കോടതിയിലേക്കല്ല പോകാൻ പറ്റുക, വഖഫ് ബോർഡിലേക്ക് പോയി കേസ് കൊടുത്ത് അവിടെ നിന്ന് കൃത്യമായി നിരീക്ഷണ അടിസ്ഥാനത്തിലാണ് അതിന്റെ വിധി വരിക. ഇപ്പോ വന്ന നിയമപ്രകാരം അത് നിയമമാകുകയാണെങ്കിൽ, ആ ബില്ല് നിയമമായി വരികയാണെങ്കിൽ അത് പ്രകാരം ബില്ലിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരെണ്ണം ഇങ്ങനെ തന്നെ ആർക്കും വഖഫ് ഭൂമികൾക്കെതിരെ പരാതി കൊടുക്കാം. ഡൽഹി ജുമാ മസ്ജിദിനെതിരെ വേണമെങ്കിൽ കൊടുക്കാം, അജ്മീർ ദർഗക്കെതിരെ വേണമെങ്കിൽ കൊടുക്കാം. ഇതെന്റേതാണെന്ന് പറഞ്ഞാൽ നേരെ കോടതിയിലേക്കാ പോകുന്നത്, വഖഫ് ബോർഡിലേക്കല്ല. അങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ബാബരി മസ്ജിദിന്റെ വിധി നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുക? ഭരണവർഗങ്ങൾക്ക് അനുസൃതമായി ജുഡീഷ്യറി പോലും താളം കളിക്കുന്ന ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി വഖഫ് ഭൂമികൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റികളൊക്കെ ഏത് മഹല്ലുകളാണെങ്കിലും ആ മഹല്ല് കമ്മിറ്റികൾ ഈ വിഷയത്തിൽ ബോധവാന്മാരാകണം. ഇനി വരുന്ന കാലഘട്ടം എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വഖഫ് ഭൂമികളിൽ കൃത്യമായ ഡോക്യുമെന്റുകൾ വേണം.
കൃത്യമായ ഡോക്യുമെന്റുകൾ വേണം, കൃത്യമായ രേഖകൾ വേണം, കൃത്യമായ കണക്കുകൂട്ടലുകളിലാണ് മുൻപോട്ട് നമ്മൾ പോകേണ്ടത് എന്നൊരു പാഠം കൂടെയാണ് ഇത്തരം വാർത്തകളൊക്കെ നമുക്ക് സമ്മാനിച്ചു തരുന്നത്. പിന്നൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ വഖഫ് ഭൂമി എന്ന് പറയുന്നത് ഒരാളിപ്പോ വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരു ഭൂമി വഖഫ് ചെയ്താൽ പിന്നെ ആ ഭൂമി ആരുടെയാണ്? അള്ളാഹുവിന്റേതാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് വാപ്പാമാര് വഖഫ് ചെയ്ത ഭൂമികൾ മക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കാൻ. കേന്ദ്ര ഗവൺമെന്റിനെ പോലെ ആയോ നമ്മുടെ മക്കളും? വാപ്പ വെല്ലുപ്പ വഖഫ് ചെയ്ത അള്ളാന്റെ പള്ളിക്ക് കൊടുത്ത ഭൂമി മക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മുടെ ഈ ആലുവ ചുറ്റുഭാഗത്ത് തന്നെ എത്രയുണ്ട്. അള്ളാഹ്ക്ക് കൊടുത്ത ഭൂമി തിരിച്ചെടുക്കാൻ പറ്റൂല. ഈ ബില്ല് പ്രകാരം അതിന് പറ്റും. ഒരാൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഭൂമി വഖഫ് ചെയ്യാം, അല്ലെങ്കിൽ വഖഫ് സ്വത്ത് കൈമാറാം. ഈ ബില്ല് പ്രകാരം മുസ്ലിമായി 5 വർഷം പൂർത്തിയാകണം. അതുപോലെ തന്നെ ഇതിന്റെ ക്രയവിക്രയങ്ങളിലേക്ക് ഇതര മതസ്ഥരെയും കൂടെ ഉൾപ്പെടുത്തണമെന്നത് ഈ ബില്ലിൽ ആഡ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെയാണ് ഇവർ തള്ളിക്കളയുന്നത്. ശരീഅത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്നതിലൂടെ എനിക്കിവിടെ ജീവിക്കാനുള്ള, ഏത് മതത്തിലും വിശ്വസിച്ച് ജീവിക്കാനുള്ള ഫണ്ടമെന്റൽ റൈറ്റിന്റെ കടക്കിൽ, അതായത് ഇന്ത്യൻ ഡെമോക്രസിയുടെ കഴുത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കഴുത്തിൽ കത്തിവെക്കലാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൂടെ ഇവർ ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കൃത്യമാണ് കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഇവിടെ ആർട്ടിക്കിൾ 13, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 25, 26, ആർട്ടിക്കിൾ 30 ഇതിന്റെയൊക്കെ ഘടകവിരുദ്ധമായ കൃത്യമായ ലംഘനമാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ബില്ലിലൂടെ, ഈ ബില്ലിന്റെ പ്രഖ്യാപനത്തിലൂടെ ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിനെതിരെ കൃത്യമായി നമ്മൾ പ്രതിഷേധിക്കണം. നമ്മുടെ സ്വത്താണ് ഇത്, അള്ളാഹുവിന് വേണ്ടി നമ്മൾ കൊടുത്ത സ്വത്താണ്. ഇതിവിടെ കൃത്യമായി നിലനിൽക്കണം. എല്ലാ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്വത്തുകൾ കാണാമല്ലോ. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമികളുണ്ട്, ചർച്ചുകളുമായി റിലേറ്റഡ് ആയിട്ട് ഭൂമികളുണ്ട്. പക്ഷെ ഒരു സമുദായത്തെ മാത്രം എയിം ചെയ്ത് ഇവര് മുൻപോട്ടിറങ്ങുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ പല കളികളുമുണ്ട്, പല ലക്ഷ്യങ്ങളുമുണ്ട്. നമ്മളെ തകർക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടാകാം. പിന്നെ വർഗീയ ധ്രുവീകരണം ഇവിടെ നടക്കുന്നുണ്ട്. വർഗീയ ധ്രുവീകരണമുണ്ട്. ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കൃത്യമായി പോസ്റ്റുകൾ ഇടുന്നത് കാണാം. ഏതെങ്കിലും ഒക്കെ ഒരു ഭൂമി കാണിച്ചുകൊണ്ട് ഇത് വഖഫ് സ്വത്താന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് തരണമോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യ എഴുതിയെടുക്കുമല്ലോ. ഏതെങ്കിലും ഒക്കെ ഒരു സ്വത്തല്ല ഈ വഖഫ് ഭൂമി എന്ന് പറയുന്നത്. അത് കൃത്യമായി മുസ്ലിം ഉമ്മത്ത് കഷ്ടപ്പെട്ട് നേടിയ ഭൂമി അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തതാണ്, അല്ലെങ്കിൽ അവർക്ക് പരമ്പരയായി കൈമാറി കിട്ടിയത് ദാനം ചെയ്തതാണ്. അല്ലാതെ കാണുന്ന ഏതെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട ഭൂമികൾ പിടിച്ചെടുക്കാൻ നടക്കലല്ല വഖഫിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. പിന്നെ വഖഫ് ബോർഡ് ഒരുവിധം കൃത്യമായി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടെയും കുറെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ പലയിടത്തും നടന്നിട്ടുണ്ട്. ഇനി അത് നടക്കാതെ കൃത്യമായി ഏകീകരണത്തിലൂടെ വഖഫ് ബോർഡ് മുമ്പിലോട്ട് പോകണം. അതോടൊപ്പം എല്ലാ മഹല്ലുകളും, പ്രത്യേകിച്ച് മഹല്ല് കമ്മിറ്റികളും മഹല്ലംഗങ്ങളും വഖഫ് ബോർഡിനോടൊപ്പം ചേർന്ന് നിന്ന്, അല്ലെങ്കിൽ ഇതിനെ സംരക്ഷിക്കുന്ന ആളുകൾ ആരാണോ അവരോടൊപ്പം ചേർന്ന് നിന്ന് കൃത്യമായി പ്രതിരോധം തീർക്കേണ്ടത് നമ്മുടെ ബാധ്യതയും കൂടെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പൂർവികരായ നമ്മുടെ ആളുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോഴേക്ക് നമ്മുടെ നാടത്ത് എങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇതിലും വലിയ മേഖലകളിൽ കഷ്ടതകൾ സഹിച്ച്, ദുരിതങ്ങൾ സഹിച്ചിട്ട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ നേടിത്തന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇതൊരിക്കലും ഒരു മതരാഷ്ട്രമായി മാറാൻ പാടില്ല. ഇത് മതേതരത്വം നിറഞ്ഞു നിൽക്കുന്ന, കൃത്യമായി മതേതരത്വം നിലനിൽക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യമായി എന്നെന്നും ഇത് നമുക്ക് നേർക്കാഴ്ചയെന്നോണം കാണാൻ പറ്റണം. അതിനായി ഒത്തൊരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. ഇത് മുസ്ലിംകളുടെ മാത്രം പ്രശ്നവുമല്ല. ഇത് ഭരണഘടനയുടെ കടക്കിൽ കത്തിവെക്കുമ്പോൾ ഇത് മുസ്ലിംകളുടെ മാത്രം പ്രശ്നമല്ല. ഇത് ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ഇന്ത്യ രാജ്യം എന്നെന്നും മതേതരത്വം നിലനിൽക്കുന്ന രാജ്യമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പ്രശ്നമായി ഇതിനെ നമ്മൾ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി ഇതിനെതിരെ കൃത്യമായി പ്രതിഷേധിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ രാജ്യത്ത് എന്നെന്നും സമാധാനം നൽകുമാറാകട്ടെ, സ്ഥിരത അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. നമുക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നവരെ അല്ലാഹു റബ്ബുൽ ആലമീൻ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് അവരെ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.